കടക്കുന്നു. ശബരിമലയിൽ റോപ്പ് വേ വരുന്നു. പമ്പ മുതൽ സന്നിധാനം വരെ 2.62 കിലോമീറ്റർ ദൂരത്തിൽ റോപ്പ് വേ നിർമ്മിക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ പരിഗണനയിലാണ്. ഇന്ത്യയിലെ 18 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് ശബരിമലയും. അമർനാഥ്, തമിഴ്നാട്ടിലെ പർവ്വതമലൈ, ഹിമാചൽ പ്രദേശിലെ ചാമുണ്ഡ ദേവീക്ഷേത്രം തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ആർ കിരൺ ബാബു നൽകും വിശദാംശങ്ങൾ. കിരൺ, എന്തായാലും ശബരിമലയിൽ റോപ്പ് വേ പരിഗണനയിലാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരവധി തീർത്ഥാടകരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. കാരണം പല ശാരീരിക പരിമിതിയുള്ളവരും ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഈ ഒരു റോപ്പ് വേ സംവിധാനം വരികയാണെങ്കിൽ അത് വലിയ ഗുണകരമാകുമല്ലേ? സ്വാഗതാർഹമല്ലേ തീരുമാനം? ഭവ്യ, 18 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിലും പമ്പ മുതൽ സന്നിധാനം വരെ റോപ്പ് വേ നിർമ്മിക്കാനുള്ള പദ്ധതി പരിഗണനയിലുള്ളത്. 2.62 കിലോമീറ്റർ ദൂരമാണ്. ഈ ദൂരത്തിൽ റോപ്പ് വേ നിർമ്മിക്കുക എന്നതാണ് പദ്ധതി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ 18 തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ പർവ്വതമല തീർത്ഥാടന കേന്ദ്രം, അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ചാമുണ്ഡ ദേവി ക്ഷേത്രം, ബാൽട്ടാലിൽ നിന്ന് അമർനാഥ് ഗുഹയിലേക്കുള്ള 11.6 കിലോമീറ്റർ ദൂരം, ജയ്പൂരിലെ അമേർ കോട്ടയെയും നഹർഗഡ് കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന 6.45 കിലോമീറ്റർ ദൂരം, ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇത്തരം കേന്ദ്രങ്ങളെ റോപ്പ് വേ വഴി ബന്ധിപ്പിക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശബരിമലയും പരിഗണിക്കുന്നത്. ശബരിമലയിൽ അങ്ങനെയാണെങ്കിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള 2.62 കിലോമീറ്റർ ദൂരത്ത് റോപ്പ് വേ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.